27 നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയ പാകിസ്ഥാന്റെ ഭീകരർക്ക് ആ ഭീകര പ്രവർത്തനത്തിന് ചുട്ട മറുപടി നൽകിക്കൊണ്ട് ഇന്ത്യൻ ആർമി രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി ഇതാ ഇന്നലെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് ചുട്ട മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഇനി പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ അത് പാകിസ്ഥാന്റെ നാശമായിരിക്കുമെന്നാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ നാശം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കാരണം ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളുന്ന രീതിയിലേക്കാണ് കാണുന്നത്. ഒരു യുദ്ധം നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ പോലും തിരിച്ചടിക്കുക എന്നുള്ളത് നമ്മുടെ ഇന്ത്യക്കെതിരെ വരുന്ന ഓരോ ഭീകരശക്തിക്കെതിരെയും തിരിച്ചടിക്കുക എന്നുള്ളത് ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഏറെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റുമായിട്ട് വന്നിട്ട് വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ അതിനെ എന്താ പറയാ ആ വിജയത്തിലേക്ക് രാത്രി 1:28 സ്റ്റാറ്റസ് ഇട്ട് തിരിച്ചടിക്കാൻ തയ്യാറാണ്. പാകിസ്ഥാനിലെ സിവിലിയൻസിനല്ല, ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ആർമിയല്ല. ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാല് പാകിസ്ഥാനിലെ ഒരു സിവിലിയൻസിനെയും ആക്രമിക്കാൻ പദ്ധതി ഇട്ടിട്ടില്ല. പാകിസ്ഥാൻകാരെ അല്ല അവിടെ ഭീകരതർക്കെതിരെ ശക്തമായിട്ടുള്ള രീതിയിൽ. അതാണ് ഇന്ത്യയുടെ എന്താ പറയുക, ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാന നിമിഷമാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സോൾജേഴ്സ് ചെയ്തത് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിക്കൊണ്ട് അവിടെ ചെയ്തത് അവിടെ ഭീകരർക്കെതിരെ മാത്രമാണ് ആക്രമണം നടത്തിയത്. ഇന്ന് പാകിസ്ഥാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇന്റർനാഷണൽ സെന്റിമെന്റ്സ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഇതൊന്നും വില പോവില്ല. ഇന്ത്യൻ ആർമിക്ക് മുമ്പിൽ ഇതൊന്നും വില പോവില്ല. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഉണ്ട് എന്ന് തന്നെ. ഇച്ഛാശക്തിയുള്ള ഭരണകൂടം മാത്രമല്ല കേട്ടാ, ജനത, രാജ്യത്തിന്റെ ജനത ഒന്നടങ്കം ഇന്ത്യൻ ആർമിക്ക് പ്രതിപക്ഷമടക്കം സ്വീകരിച്ച നിലപാട് വളരെ വലുതായിരുന്നു. ഒരു രീതിയിലും കുറ്റം പറയാതെ, ഒരു രീതിയിലും നമ്മുടെ ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയെന്നൊന്നും പറയാതെ നമ്മളൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക അഭിമാനത്തിനൊപ്പം നിന്നുകൊണ്ട് പൊരുതുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എത്ര ആളുകളുടെ സിന്ദൂരമാണ് അവർ മായ്ച്ചത്. അതിനുള്ള തിരിച്ചടിയാണിത് എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടി തന്നെ ആ തിരിച്ചടി കൊടുത്ത ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട്.